അസ്സലാമലൈക്കും. ഫസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്കര മാങ്ങയാണ്. കുറെ കാലമായി ഈ റെസിപ്പി ഉണ്ടാക്കണം വിചാരിക്കണം. മാങ്ങ ഉണ്ടാവുമ്പോൾ ചക്കര ഉണ്ടാവില്ല, ചക്കര ഉണ്ടാവുമ്പോൾ മാങ്ങ ഉണ്ടാവില്ല. അപ്പൊ രണ്ടും കൂടെ ഒന്ന് ഒത്തു വന്നപ്പോൾ ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഈ ഒരു ചക്കര മാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം പഴുക്കാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മാങ്ങ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പൊ ഞാനൊരു 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ശർക്കര മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പൊ അതാ ഞാനിതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, ഈ മാങ്ങ നല്ലതുപോലെ പഴുക്കാനായി തുടങ്ങിയിട്ടുണ്ട്. 2 ദിവസം കൂടെ വെച്ചാൽ ഈ മാങ്ങ പഴുക്കൂട്ടോ. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പൊ നമ്മൾ മാങ്ങ മുഴുവനായിട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ശർക്കരയും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചക്കരമാങ്ങ ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പൊ അതാ ചക്കരമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ്. അപ്പൊ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഞാനിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ചൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് ഇനി ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി പച്ചമുളകിന്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ ആ പച്ചച്ചവ ഉണ്ടല്ലോ, അതൊന്ന് മാറി വരുന്നത് വരെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ മാങ്ങ മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ആ ശർക്കരന്റെ ആ മധുരം ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ദാ മാങ്ങ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കരയിൽ കൊമ്പും കോലും കല്ലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാനിവിടെ 2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതാ ഉലുവ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളത് 1 ടീസ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇനി എന്താന്ന് വെച്ചാൽ ഈ മാങ്ങ ഈ ശർക്കരപ്പാനി കടന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് കുറുകിയിട്ട് വെന്തിട്ട് വരണം കേട്ടോ. അപ്പൊ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇടക്കിടക്ക് ഇതുപോലെ എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇപ്പൊ ഇത് ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കായപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്നും കൂടെ കുറുകി വരാനുണ്ട്. ഇപ്പൊ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ചക്കരമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കായിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കരമാങ്ങിന്റെ റെസിപ്പിയാണത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.